എന്താണ് ഇത്ര വൈകിയതെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്ന് പിറ്റേന്ന് തമ്മിലടി തുടങ്ങേണ്ടതാണ്. ഇതിപ്പോൾ 2 മാസമായി. സാധാരണഗതിയിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്, വകുപ്പ് നിശ്ചയിക്കുന്നത് അവർ തുടങ്ങുന്ന അടിയാണ് സാധാരണ പതിവ് ഉള്ളത്. ഏതായാലും ഇത്തവണ ഒരു മാസം 1.5 ഇപ്പോൾ 2 മാസമായില്ലേ, 2 മാസമാവുന്നു. ഇത്തവണ ഈ ആദ്യത്തെ വരവും പോകുമൊക്കെ കണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു നല്ല ചട്ടക്കൂടിനുള്ളിൽ നിന്ന് കാര്യക്ഷമമായിട്ട് നല്ല ഗംഭീരമായിട്ട് മുഖ്യമന്ത്രി മാസ് എൻട്രി, അസംബ്ലിയിൽ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കും. അപ്പം നമ്മൾ വിചാരിച്ചത്, ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഈ കോൺഗ്രസിന് എന്ത് പറ്റി, ഇത് പതിവില്ലാത്ത ഒരു രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. പഴയ കോൺഗ്രസ് അല്ല, ഇത് പുതിയ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആകെ അടി നടന്നത് ഈ കോൺഗ്രസിന് ഈ ഇലക്ഷൻ സംബന്ധിച്ച് അടി പറയുമ്പോൾ നമ്മുടെ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വന്ന് സീറ്റ് ആവശ്യപ്പെട്ടു. അടുത്തത് ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ തമ്മിൽ നടന്ന കെ.സിയും സതീശനും ചെന്നിത്തലയും ആയിട്ട് നടന്ന മത്സരം അടിയുമാണ്. അതിനുശേഷം നമ്മൾ അടുത്തത് പ്രതീക്ഷിച്ചത് വകുപ്പ് നിർണയത്തിൽ വലിയ അടി നടക്കുമെന്നാണ്. പക്ഷെ വകുപ്പ് നിർണയം ഒന്നും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പിന്നെ ഇതിനകത്ത് ഒരു അടിയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ സാഹചര്യത്തിനും വളരെ വിദഗ്ധമായിട്ട് സതീശൻ തലയൂരി. ഈ മദ്യനയം ബജറ്റിനോട് അവതരിപ്പിച്ച മദ്യനയം എക്സൈസ് മന്ത്രി അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നില്ല വിചിത്രമായൊരു കാര്യം. പിന്നെയും സംഭവങ്ങൾ വന്നു. സണ്ണി ജോസഫിന്റെ അളിയനെ പേഴ്സണൽ സ്റ്റാഫിലെടുത്തു. അത് പെട്ടെന്ന് തന്നെ അയാളെ പറഞ്ഞു വിട്ടു, അത് തലയൂരി. പിന്നെ വന്നത് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ഇങ്ങനെ നിയമിച്ചു. നമ്മുടെ പ്രതിഭാഗം വക്കീലിനെ ദേവസ്വത്തിന്റെ തന്നെ പ്ലീഡറായിട്ട് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് മുരളീധരൻ പറഞ്ഞത്. പിന്നെയാണ് പതുക്കെ ഈ അവതാരങ്ങൾ വരാൻ തുടങ്ങിയതും ഈ ആരും അറിയാത്ത ആൾക്കാർ പ്ലീഡർമാരായി. അതിൽ തന്നെ CPM-കാരും മുൻ ABVP-കാരും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പ്ലീഡർ നിയമനം സംബന്ധിച്ച് ഇദ്ദേഹം അലോഷ്യസ് സേവ്യർ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അയാൾ പോസ്റ്റ് ഇടുന്നു, വിഷയമാകുന്നു. അതിനൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞ് അതൊരു വഴി കൂടെ തോമസും അത് സതീശനും ചെന്നിത്തലയ്ക്കുമെതിരെ ഒരു വഴി കൂടെ അതും പരുതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അടി ഇങ്ങനെ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ KSUവിനെതിരെ ആ പത്രസമ്മേളനത്തിൽ VD സതീശൻ വിവാദമായ ഒരു പ്രസ്താവന നടത്തി. അത് വല്ലാത്ത പരാമർശമായിട്ട് പക്ഷേ അദ്ദേഹം നടത്തിയത്. KSUവിൻ്റെ ലോ കോളേജ് യൂണിറ്റ് ആണോ പ്ലീഡർ നിയമനം സംബന്ധിച്ച് അന്ത്യ തീരുമാനം എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനർത്ഥം സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ വന്നവർ 2 പേരും, ഒന്ന് ABVP-കാരനും ഒരു SFI-കാരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയാണ് വിവാദം കൊഴുക്കുന്നത്. ഇതിനകത്ത് സതീശൻ KSUവിനെ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. മാത്രമല്ല KSUവിലൂടെ വളർന്നു വന്ന KC വേണുഗോപാൽ, BM സുധീരൻ തുടങ്ങി എല്ലാവരും തന്നെ KSUവിൻ്റെ മഹത്വം ഇപ്പോൾ അവരൊന്നുകൂടെ പറയുന്നുണ്ട്, അവർ പോസ്റ്റുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് നടന്ന സംഭവ വികാസങ്ങളെല്ലാം വളരെ വിചിത്രമാണ്. ഈ KSUവിനെതിരെയുള്ള വിമർശനത്തിന് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് KSU നേതാവായിരുന്ന പ്രഫുല്ലേന്ദ്രൻ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം എൻ്റെ ഭാര്യയുടെ സഹപാഠി കൂടിയാണ്. പ്രായം കൊണ്ട് അവരെക്കാൾ വളരെ മുതിർന്ന ആളാണ് അദ്ദേഹം. രാഷ്ട്രീയക്കാരനുണ്ടായിരിക്കും അദ്ദേഹം കുറച്ച് വൈകിയാണ് അദ്ദേഹം നിയമം പഠിക്കാനായി അവിടെ എത്തിയത്. അത് നമ്മുടെ അടുത്ത സുഹൃത്തായി മാറി. അതൊരു വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ KC വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോഴാണ് മനസ്സിലായത്. അത്രമാത്രം അടികൊണ്ടിട്ടുള്ള പോലീസിൻ്റെ, നിങ്ങൾ അവിടുത്തെ MG കണ്ണൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇദ്ദേഹം പോലീസ് അന്നത്തെ അതിക്രമത്തിൻ്റെ ഇരയാണ്. അതിനു വേണ്ടി മരിക്കാൻ പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ KSUവിലൂടെ KSUവിനെ കുറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോഴാണ് KC വേണുഗോപാൽ ചില പരാമർശങ്ങൾ അതിൽ നടത്തിയിട്ടുള്ളത്. അത് ഹിഡനാണ് അതിലുള്ള കാര്യം. അതെ, പലരുടെയും പരാമർശങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജിൻഡോ ജോൺ, അതുപോലെ ഇപ്പം 2 ചേരിയായിട്ട് മാറി. മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന ഒരു ചേരിയും മുഖ്യമന്ത്രിയെ പ്രതികൂലിക്കുന്ന ഒരു ചേരി. ഈ മുഖ്യമന്ത്രിയെ പ്രതികൂലിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ചിലർ പറയുന്നത്, ഞങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളെ ഇപ്പോൾ KC പക്ഷക്കാരാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നു എന്നാണ് ഇപ്പോൾ. അതെ, അവർക്ക് KC പക്ഷക്കാരെന്ന് പറഞ്ഞ് നാണക്കേടാണ്. അതെന്തെങ്കിലും ആകട്ടെ, ഇപ്പോൾ അങ്ങനെയാണ് ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നത്. സതീശനെ അട്ടിമറിക്കാൻ വേണ്ടി KC ഇറക്കി വിട്ട ആളാണ് അലോഷ്യസ് സേവ്യർ. പഴയ SFI-കാരനാണ്. ഇയാൾ KSUവിൽ വന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയില്ലേ. പഴയ SFI-കാരൻ എന്താണ് KSUവിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കാരണമെന്ന് പറഞ്ഞാണ് KSUവിൻ്റെ തന്നെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്നലെ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. ഇപ്പം കോൺഗ്രസിൻ്റെ സീറ്റിൽ CPM-ൽ നിന്നും BJP-യിൽ നിന്നും വന്നവർ മത്സരിച്ചില്ലേ. അപ്പോൾ എന്താണ് അതാണ് അവർ ചോദിക്കുന്നത്. കോൺഗ്രസിൻ്റെ സീറ്റിലാണല്ലോ ഇവരെല്ലാം മത്സരിച്ചത്. പക്ഷേ തളിപ്പറമ്പിലും പിന്നെ പയ്യന്നൂരിലും ഒന്നും കോൺഗ്രസ് ജയിക്കില്ല.
അതെ, അതെന്താ അവരെ ചിന്തിക്കാത്തത്? അതുപോലെ പിന്നെ അമ്പലപ്പുഴയിലും ജയിക്കില്ല. പിന്നെ ഉള്ള ഒന്ന് പറയുന്ന ഇവർ സന്ദീപ് വാര്യരുടെ കാര്യമാണ്. ആ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത് അതിനെ എങ്ങനെ ഈ പറയുന്ന ചോദ്യം ഉണ്ടല്ലോ, അതായത് BJP-യിൽ നിന്നും CPM-ൽ നിന്നും വന്നവർക്ക് സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന ഒരു ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാം. ഒരിക്കലും പറ്റില്ല. ഗവൺമെൻറ് പ്ലീഡർ നിയമനം എന്ന് പറയുന്നത് നല്ല ശമ്പളം, അതിനൊപ്പം തന്നെ ഒരു പദവി, ഇത് 5 വർഷം കിട്ടുന്നതാണ്. അതിനെ ഒരിക്കലും നമുക്ക് ജനപ്രതിനിധികളുടെ ഒരു സ്ഥാന നേട്ടമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ജനപ്രതിനിധി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാളിൽ വിജയിക്കാൻ തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ജനത്തിന് തോന്നിയിട്ടായിരിക്കും, അല്ലേ, വോട്ട് ചെയ്യുന്നത്. അതാണ്, ഇത് വോട്ടല്ലല്ലോ, ഇത് ഇലക്ഷൻ അല്ല, അതെ, ഇത് സർക്കാർ അങ്ങ് നിയമിക്കുകയാണ് അവരെ. അല്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ കനത്ത ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സമൂഹത്തിൽ കിട്ടുന്ന അവരുടെ പദവിയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കച്ചവടം നടന്നിട്ടുണ്ടോ എന്നൊരു, പലപ്പോഴും നേരത്തെ പണ്ട് UDF സർക്കാരിൻ്റെ കാലത്തൊക്കെ വ്യാപകമായി കച്ചവടം നടന്നിരുന്നു എന്ന് ആരോപണം വരികയും അന്നൊരു പ്ലീഡറെ വിജിലൻസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ പൈസ കൊടുത്താണ് ഞാനിത് നേടിയത്, അല്ലാതെ പിന്നെ ഇവിടെ ശമ്പളം വാങ്ങി മാത്രമേ എനിക്ക് അങ്ങനെ അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ചോദ്യകാലം ചോദിച്ചിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടത്. അങ്ങനെ കൈക്കൂലി വാങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം അലോഷ്യസ് സേവ്യറിനും ജിൻഡോ ജോണിനും അനൂപ് BRനും ഒക്കെ. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു തമാശ, അനൂപ് BRും BR അംഷബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർ അടിയായിരുന്നു സോഷ്യൽ മീഡിയ കൂടെ. അതെ, ഈ അനൂപ് BRനെ ഈ അനൂപ് BR ഒക്കെ ആരാണെന്ന് പോലും നമുക്കറിയില്ല. ഇല്ല, അയാൾ ഇപ്പോൾ ചാനൽ ചർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇയാൾ നമ്മൾ കേട്ടിട്ടില്ല. ഇയാൾ എവിടുത്തെ നേതാവാണ്, എന്ത് നേതാവാണ്? ജിൻഡോയൊക്കെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. BRM ഷബീറും അതെ. ഇപ്പം BRM ഷബീർ DICയുടെ ആളായിരുന്നു എന്ന് പറഞ്ഞാണ് മറ്റേ ആൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതെ, DICയിൽ പിന്നെ കോൺഗ്രസിനെതിരെ മറ്റേ അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളാണെന്നൊക്കെയാണ് മറ്റേ ആരോപിക്കുന്നത്. ഇത് പിന്നെ BR ഷബീർ തിരുവനന്തപുരത്തുകാരനാണ്. ഈ VR അനൂപ് വടക്കൻ ജില്ലയിലൂടെയുള്ള ആളാണെന്ന് തോന്നുന്നു. നമുക്കറിയില്ല അവിടുത്തുകാരനാണെന്ന്. ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാർ തന്നെ ആയിരിക്കാം കൃത്യമായിട്ട് വിവരങ്ങൾ എത്തിക്കുന്നത് ഈ BR ഷബീറിനെതിരെ. കോൺഗ്രസിൽ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഒരു നേതാവിനെ തകർക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയാൾ കൂടെ നിൽക്കുന്നവരെ പറഞ്ഞു കൊടുക്കും എതിരാളികൾക്ക്. അതല്ലേ പ്രശ്നം. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ വഴി SFI-കാരനായിരുന്നു അയാളിപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇയാൾ പിന്നെ KC വേണുഗോപാലിന് വേണ്ടി ചാവേർ പണി ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യം ഇല്ല എന്നൊരു വിഭാഗം പറഞ്ഞു. കാരണം KSU പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക്, പോഷക സംഘടന പ്രവർത്തകർക്ക് ആർക്കും മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. സെക്രട്ടേറിയറ്റിൽ ചെന്നിട്ട് പാസ് എടുത്ത് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ചെന്നാൽ മതി. ഇഷ്ടം എല്ലാ ആൾക്കാരും അങ്ങനെയാണ് പോകുന്നത്. എന്തിനാണ് ഇയാൾ പാസ് എടുക്കുന്നതിൻ്റെ സംശയമാണ് അവിടുത്തെ ആൾക്കൂട്ടം. അതെ, അത്ര തിരക്കാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് എന്താണ്? ഈ മുഖ്യമന്ത്രിയെ ഇയാൾ കാണണമെന്ന് പറയുന്ന ദിവസം ഇയാൾ കാണണമെന്ന് ഓഫീസിൽ അറിയിച്ചു. കാണുന്ന ദിവസം അദ്ദേഹം കൊല്ലത്തായിരുന്നു. അപ്പോൾ പിറ്റേന്ന് അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പം അലോഷ്യസ് സേവ്യറിന് അസൗകര്യം. അയാൾ കന്യാകുമാരിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഇന്നലെ കൊച്ചി SH കോളേജിൽ ചെല്ലുന്നത്. SHലല്ലേ എന്ന്, ഓക്കെ. അങ്ങനെ അവിടെ ചെല്ലുന്നതും അവിടെ ഇന്നലെ നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നു. എല്ലാ ചാനലുകളും അവിടെ നിലയുറപ്പിച്ചിരുന്നു. ഈ പിന്നെ നമ്മുടെ അലോഷ്യസിനെ പിന്നെ മുഖ്യമന്ത്രി മൈൻഡ് ചെയ്യുകയോ സംസാരിക്കുമോ എല്ലാവരും നോക്കിക്കൊണ്ടെന്ന് മുഖ്യമന്ത്രി കണ്ട ഭാഗം കാണിക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു. അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്, ഒരു പരിപാടിയായിപ്പോയി. അദ്ദേഹം ചിരിച്ചുമില്ല, ഒന്നുമില്ല. എന്നാൽ അലോഷ്യസ് സേവ്യർ പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റുകൾ തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത്. അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ സർക്കാർ അധികാരത്തിൽ വന്നത് സർക്കാരിൽ മത്സരിക്കുന്നവരുടെ ഗുണഗണങ്ങളോ അവരുടെയൊക്കെ ഈ പ്രമുഖരുടെ തല കണ്ടിട്ടോ ഒന്നും അല്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികമാണ്, 3ാം ചരമവാർഷികമാണ്. അപ്പോൾ ഈ ദിവസം എല്ലാവരും ഉമ്മൻചാണ്ടി എത്ര അദ്ദേഹം എല്ലാവരോടും ഇടപഴകിയിരുന്നു എന്നുള്ള എല്ലാവരും ഓർക്കുന്ന ദിവസം കൂടിയാണ്. അതേ ദിവസമാണ് ഈ അലോഷ്യസിനെ മൈൻഡ് ചെയ്യാതെ പോയി എന്നുള്ള വിഷയം വരുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ച് ഉമ്മൻചാണ്ടിയും വി.ഡി. സതീശനും നമ്മളൊരു താരതമ്യം പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നുണ്ട്. നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ അർത്ഥമാക്കുന്നതാണ്. ഇപ്പോൾ അലോഷ്യസിനെ സുധീരൻ അടുത്ത് വിളിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഉമ്മൻചാണ്ടി സ്മരണത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു, അദ്ദേഹത്തെ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി, അദ്ദേഹം തോളിൽ തട്ടി, അദ്ദേഹം ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് KSU തർക്കത്തിൽ കാരണം വലിയ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങുകയാണ് ഭരണം. മാത്രമല്ല, അലോഷ്യസ് സേവ്യർ KPCC പ്രസിഡന്റ് പരാതി കൊടുത്തിട്ട് കോൺഗ്രസ് KSUവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞു. അല്ല, ഇത് നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും ഈ പണ്ട് ഇവർ പിന്നെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ
അന്നത്തെ ആർ ശങ്കർ ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ ഇവർ പ്രതികരിച്ചു, ഞങ്ങൾക്ക് അവസരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഈ അന്നത്തെ ഈ യൂത്ത് നേതാക്കന്മാരെ ആർ ശങ്കറിനെ പോലെ നേതാക്കം വിളിച്ച് അഭിനന്ദിക്കുകയും കൊള്ളാം ഇത് കീപ്പിറ്റപ്പ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു എന്നാണ്. നിങ്ങൾ വിമർശിച്ച് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അവർ പറഞ്ഞു എന്നാണ്. മാത്രം അടുത്ത ഇലക്ഷൻ അവർക്കെല്ലാം സീറ്റ് കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അല്ലേ ഇതിനകത്ത് അതാണ് അതിൻ്റെ ഒരു കാര്യം. സതീശൻ്റെ ആ പ്രസ്താവന യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആണോ ഇവിടെ ഗവൺമെന്റ് പ്രീഡർ തീരുമാനിക്കുന്നത് ശരിക്കും KSUവിനെ അപമാനിക്കുന്നതിന് മാത്രമല്ല അത് രാഷ്ട്രീയ എതിരാളികൾ ഫലപ്രദമായി അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും നീയൊക്കെ വെറും കുഞ്ഞുങ്ങളാണ്, ഒന്നും അറിയില്ല എന്നാണ് അതിനർത്ഥം. എന്താണെങ്കിലും ശരി, ഈ ഒരു വിഷയത്തിൽ ഇവർ സതീശൻ സ്വീകരിച്ച നിലപാടിനുള്ള ഒരു തിരിച്ചടി. അല്ല വിശാഖൻ, ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. സംഘടനയില്ല, ഒരു സംഘടന, ഒരു KPC പ്രസിഡന്റ് ഇല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അടിയന്തര ഇടപെടേണ്ട ആരാണ്? KPC പ്രസിഡന്റാണ്, അല്ലെങ്കിൽ KPC നേതൃത്വം. അവരിടപെട്ടിട്ട് അലോഷ്യസിൻ്റെയും മുഖ്യമന്ത്രിയെ വിളിച്ച് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ഭംഗിയായി പോകണമെന്ന് പറഞ്ഞാൽ അവർ ഒത്തുതീർപ്പുണ്ടാക്കണം. KPCക്ക് പ്രസിഡന്റ് ഇല്ല, പ്രസിഡന്റ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം നോക്കാൻ സമയമില്ല, പിന്നെ എപ്പോൾ KPC പോകും? KPCC നാഥനില്ല കളരി. എന്താണെങ്കിലും ശരി, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ മധുവിധു കഴിഞ്ഞു, കുടുംബകലഹം ആരംഭിച്ചിട്ടുണ്ട്. ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും, കുടുംബ കലഹം ഉണ്ടാകും, ഭാര്യ ഭർത്താവിനെ മർദ്ദിച്ചെന്നിരിക്കും, അല്ലേ? ചട്ടിയും കലവും തല്ലി പൊട്ടിച്ചെന്നിരിക്കും. മിക്കവാറും ഇനി പണ്ട് ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു, കോൺഗ്രസിൻ്റെ ഏത് യോഗം നടന്നാലും രണ്ട് നേതാക്കളുടെ മുണ്ടുരിഞ്ഞ് അടി കൊടുക്കുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് തോന്നുന്നത്. എന്തായാലും KSUവിനോടുള്ള ഈ സമീപനമാണ് ഈ പ്രശ്നത്തിനെല്ലാം ഇപ്പം കാരണമായിരിക്കും.